നമസ്കാരം. ഈ ഹലാൽ എന്ന് പറയുമ്പോഴേ ഹാലിളകുന്ന ചില ആളുകളുടെ കാര്യങ്ങളെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു. അതായത് ന്യൂസിലൻഡിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന മീറ്റ്, അതായത് ഹലാൽ എന്ന് പറഞ്ഞ് എക്സ്പോർട്ട് ചെയ്യുന്ന മീറ്റ് അത് കംപ്ലീറ്റ്ലി ഹലാൽ തന്നെയാണ്. അതിന് കാരണം ന്യൂസിലൻഡിലെ ഒരു മീറ്റ് പ്രോസസ്സിംഗ് പരിപാടിയും ഇവർ പറ്റിക്കുന്നില്ല. അല്ലാത്ത മീറ്റ് അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്, അല്ലാത്തതും ഹലാൽ അല്ലാതെയും അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതങ്ങ് കേട്ടോട് കൂട്ടിയിട്ട് പലർക്കും ഹാലിളകാൻ തുടങ്ങി. ഹലാലെന്ന് മാത്രമേ, വേറെ ഒരു വർഗീയത ഒന്നുമില്ല അതിൽ. അല്ലെങ്കിൽ ഹലാൽ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഹലാൽ എന്ന് കേൾക്കുമ്പോഴേക്കും ആളുകൾക്ക് ഹാലിളകുന്നു. സംഭവം ഹലാലിൻ്റെ അർത്ഥം എന്നെ പഠിപ്പിക്കാൻ വരുന്നു. എന്തൊക്കെ രീതിയിലാണ് എന്നെ അർത്ഥം പഠിപ്പിക്കുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് അടിക്കുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹലാലിൻ്റെ എന്ന് വെച്ചാൽ അതാണ് അർത്ഥം. ഞാനൊന്നും പറഞ്ഞില്ല. ഈ മീറ്റ് എന്ന് പറയുന്നതിൻ്റെ ഹലാൽ, അതായത് ഒരു ഭക്ഷണം മീറ്റ് കഴിക്കുമ്പോൾ അതിന് അനുവദനീയമായ ഒരു മൃഗത്തെ അറുത്ത് കഴിക്കുക എന്നുള്ളതാണ് ഹലാൽ എന്ന് പറയുന്നത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ആ വീഡിയോയിൽ മീറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതും കൂടി ഞാൻ പറഞ്ഞോടെ ആളുകൾ ഇങ്ങോട്ട് ഹാലിലേക്ക് വരാൻ തുടങ്ങി. അതിൻ്റെ സങ്കടപരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സംഘികളാണ് ഇതിലൊക്കെ വന്നത്. ഹലാൽ എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ, ഒരു സംഘിയും വന്നിട്ടില്ല. ഈ വന്നത് 99% നമ്മുടെ ക്രിസംഖികളാണ്. ഞാനൊരു മറ്റു മതസ്ഥരെയൊന്നും അതിൽ കണ്ടിട്ടില്ല. ഈ ക്രിസംഖികളെയാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവർ എന്നെ പഠിപ്പിക്കാറായി. ഞാൻ സുഡാപ്പിയാവുന്നു. ഞാൻ പറഞ്ഞ എന്തോ ഹലാൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ഓസ്ട്രേലിയയിലൊരു ചേച്ചി, ആ ചേച്ചി പറയാണ് മുസ്ലിങ്ങൾ ഇഞ്ചക്ട് ചെയ്യുന്ന സാധനമാണ് ഹലാൽ, അത് ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വിഷമാണെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ആ ചേച്ചിയുടെ പ്രൊഫൈലിൽ പോയി നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള കുടുംബത്തിൽ ഭർത്താവും മക്കളും കൊച്ചുമക്കളൊക്കെ ആയ ഒരു ചേച്ചി. എത്ര പ്രായമായി. ഞാൻ കമൻ്റ് അടിച്ചു, ഒന്ന് നന്നായിക്കൂടെ? ഇങ്ങനെയൊക്കെയാണോ മനുഷ്യന്മാരെ പെരുമാറുന്നത്? ഇത്രയും പ്രായമൊക്കെ ആയില്ലേ? ചെറുപ്പക്കാർ പറഞ്ഞാൽ പോട്ടെ, അവർക്കൊരു ആവേശത്തിന് പറയണമായിരിക്കും. എന്തായാലും ഹലാല് കണ്ട് ഹാലിളകുന്നവർക്കേ ഞാൻ രണ്ടു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതും കൂടി കണ്ടിട്ട് നിങ്ങളങ്ങ് ഹാലിളകുമോ? അതായത് പച്ചയ്ക്ക് പറഞ്ഞാലേ മൂത്രമൊഴിച്ചാൽ കഴുകണം എന്നുള്ളത് ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? നമ്മളത് ചെയ്യാറുണ്ടോ? പക്ഷേ നിങ്ങളീ പറയുന്ന തീവ്രവാദം പഠിപ്പിക്കുമെന്ന് പറയുന്ന മദ്രസകളിൽ ഇവർ പഠിപ്പിക്കുന്നത് ഇരുന്ന് മൂത്രമൊഴിക്കണം, ഈ മൂത്രം ഒഴിച്ചാൽ കഴുകണം, കാരണം മനുഷ്യ വിസർജ്യമാണ്, ഇത് ഹറാമാണെന്നാണ് ഇവർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മനുഷ്യ വിസർജ്യം നമ്മുടെ ശരീരത്തിലാവുന്നത് ഹറാമാണല്ലോ. നിങ്ങൾ അപ്പിട്ടാൽ കഴുകാറില്ലേ? അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചാൽ നമ്മൾ കഴുകാൻ, അത് മതത്തെ അങ്ങ് മാറ്റി നിർത്തും നിങ്ങൾ. അതിൽ നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് ശരിക്കും ആരോഗ്യത്തിന് നല്ലതല്ലേ? അവിടെ ബാക്ടീരിയ ഇൻഫെക്ഷൻ വരില്ല, അവിടെ ഫംഗസ് ഒന്നും വരില്ല. ശരിക്കും അത് കഴുകി വൃത്തിയാക്കണമല്ലേ നല്ലത്? ഈ മനുഷ്യ വിസർജ്യം നമ്മുടെ ശരീരത്തിലായാൽ വരുന്ന സ്മെല്ലൊക്കെ എന്തായിരിക്കും? അപ്പോൾ അതവർ പഠിപ്പിക്കുന്നതല്ലേ. അത് കണ്ടിട്ട് അത് ആരും ചെയ്യാറുണ്ടോ ഇല്ലയോ? അത് മാറ്റി നിർത്ത്. സർക്കംസിഷൻ എന്നൊരു സാധനമുണ്ട്. അതായത് സുന്നത്ത് കല്യാണം എന്ന് മുസ്ലിംസ് പറയും. അതായത് ഒരു മുസ്ലിം ആവണമെങ്കിൽ സുന്നത്ത് കല്യാണം കഴിക്കണം. എല്ലാ മുസ്ലിങ്ങളും സുന്നത്ത് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പറയണ ഹാലിളകണമെന്നവരുടെ ഭാഷയിൽ അതിന് ചെത്തിക്കളയാന്ന് പറയാം. അതായത് സർക്കംസിഷൻ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ചില കുട്ടികൾക്കും ചില ആളുകൾക്ക് ചെയ്യുന്ന ഡോക്ടർമാർ റെഫർ ചെയ്യും. അപ്പം നിങ്ങൾ പറയൂ, എന്തുകൊണ്ടാണ് ഡോക്ടർമാർ റെഫർ ചെയ്യുന്നത്? അതിൽ നിങ്ങൾ മതത്തെ മാറ്റി, മുസ്ലിം മതത്തെ മാറ്റി നിർത്ത്. അപ്പോൾ നിങ്ങൾ സർക്കംസിഷൻ ചെയ്യാതിരിക്കുമോ? സർക്കംസിഷൻ ചെയ്താൽ ഞങ്ങൾ മുസ്ലിം ആവും, മുസ്ലിങ്ങളുടെ സുന്നത്താണ്, ഇത് ഞങ്ങൾ ചെയ്യില്ല എന്നൊക്കെ നിങ്ങൾ പറയുമോ? സർക്കംസിഷൻ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ശരിക്കും ആരോഗ്യപരമായി നല്ല കാര്യമാണ്. ചില ആളുകൾക്ക് അതിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ റെഫർ ചെയ്യാതെ സർക്കംസിഷൻ ചെയ്യണം. അത് പെനീസിൻ്റെ അറ്റം പൊറിച്ച് കളഞ്ഞാൽ അതിന് ഏറ്റവും നല്ല കാര്യം, പല പല ഉപയോഗങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഈ സംഭവം നിങ്ങൾ ചെയ്യില്ല നിങ്ങൾ പറയുമോ? ഇവരെ മതപരമായി പല കാര്യങ്ങളും ഹറാമാണെന്ന് പറയുന്ന ഇവരെ, അത് മതത്തെ നമ്മൾ കൂട്ടണ്ട. നമ്മൾ വിചാരിക്കേണ്ട ഇത്ര മാത്രം പറഞ്ഞാൽ മതി. പല ആരോഗ്യപരമായി നല്ല കാര്യങ്ങളും അവരുടെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അല്ല, എല്ലാ മതത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മദ്യം ഹറാമാണ്. എന്താണ് മദ്യം? മദ്യം വിഷമാണ് ഉണ്ണി എന്ന് പറയുമ്പോൾ മദ്യം ശരിക്കും വിഷം തന്നെയല്ലേ? നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് പുകയിലും മദ്യമൊക്കെ. ഇതെല്ലാവരും ഉപയോഗിക്കുക. എന്താ വെച്ചാൽ മുസ്ലിങ്ങൾ ആരും മദ്യം ഉപയോഗിക്കാത്തവരല്ല, അവരും ഉപയോഗിക്കുന്നവരുണ്ട്. തീവ്രവാദികൾ മുസ്ലിങ്ങളുണ്ട് ബ്രോ. എല്ലാവർക്കും എല്ലാത്തിനും തീവ്രവാദമുണ്ട്. അപ്പോൾ മനുഷ്യനായി കാണാതെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ താളത്തിന് തുള്ളി എവിടുന്നോ കിട്ടുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും പഠിച്ചിട്ട് ഇവർ ഒരു മതവിഭാഗത്തെ മാത്രം അങ്ങോട്ട് ആക്രമിക്കുകയാണ്. ഇനി എൻ്റെ ക്രിസംഗി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ 2.25% വരുന്ന നമ്മൾ ക്രിസ്ത്യാനികളെ, ഇന്ത്യയിലെ കാര്യമായിട്ടാണ് പറയുന്നത്, 14% വരുന്ന മുസ്ലിങ്ങൾ, ഈ 2.25% വരുന്ന നമ്മൾ ക്രിസ്ത്യാനികൾക്കൊരു മല പോലെ തടയാണ്. അതായത് ഇവരുടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം ഇവരാണ് എന്ന് ഇവർ മാത്രമാണ് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇവരില്ലെങ്കിൽ പിന്നെ നമ്മളെ മോഹൻലാൽ പറയുമ്പോൾ പുഷ്പം പോലെ ഊതിയെറിയാമെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഈ 14% വരുന്ന ആളുകളുടെ ഒരു തടയാണ് ഈ 2.25% വരുന്ന ഞാനടക്കമുള്ള ക്രിസ്ത്യാനികൾക്ക് കേട്ടോ. അപ്പോൾ പറയാനുള്ളത്, ചില രാഷ്ട്രീയ പാർട്ടികൾ, ഇതൊന്നും വിലപ്പോവില്ല എന്നുള്ള സത്യം നമുക്കറിയാം, ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഈ രാഷ്ട്രീയ ബിസിനസ്സിന് വേണ്ടിയിട്ട് എവിടെയോ കണ്ട വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ വിവരവും പറഞ്ഞിട്ട് ഈ നമ്മുടെ സഹോദരന്മാരായ പല ആളുകളെയും, അതിപ്പോൾ ഒരു മതവും പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും അറിയണമല്ലേ, ഒരു മതം, ഏതെങ്കിലും ഒരു മതം പറഞ്ഞിട്ടുണ്ടോ? ക്രിസ്ത്യാനിയെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും മതത്തെ ഉപദ്രവിക്കാൻ? പിന്നെ ഇത് എവിടെ നിന്നാണ് ഈ വരുന്നത്, ഈ വർഗീയത? ഈ വർഗീയത വരുന്നതും ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിന് തുള്ളാൻ കുറേ മണ്ടന്മാരും. അപ്പോൾ എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ ഓർത്തോളൂ, ഇന്ന് അവരാണെങ്കിൽ നാളെ നിങ്ങളാണ്.